കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. ഒരു പുസ്തകം ഒരു പുതിയ ലോകം എന്ന പേരിലായിരുന്നു പരിപാടി. PN പണിക്കർക്ക് സ്മരണാഞ്ജലിയും അർപ്പിച്ചു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് ഒരു പുസ്തകം ഒരു പുതിയ ലോകം എന്ന പേരിൽ വായനാ ദിനം ആചരിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ P. പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സലില സ്വാഗതം പറഞ്ഞു. PN പണിക്കർക്ക് സ്മരണാഞ്ജലിയും അർപ്പിച്ചു. അധ്യാപികയും കവയിത്രിയുമായ സിന്ധു കെ മുഖ്യ അതിഥിയായിരുന്നു. ഒക്കെ കഴിയുന്നത് ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ എന്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. The ignited minds of the youth are the most powerful resource on this earth, under the earth and above the earth. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആണ്. പ്രകാശം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പരത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സാണ്, യുവതലമുറകളാണ്. നിങ്ങളാണ് ഈ ഭൂമിക്കകത്തും പുറത്തും ഭൂമിക്ക് മുകളിലും ഒക്കെയുള്ള ഏറ്റവും വലിയ വിഭവം, ഏറ്റവും വലിയ റിസോഴ്സ് നിങ്ങളാണ്. നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഏറ്റവും വലിയൊരു അനുഭവമായി എനിക്ക് തോന്നുന്നു. ശ്രീനാരായണ സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, വൈസ് പ്രിൻസിപ്പൽ മധുപാലൻ, കൃഷ്ണനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാള വിഭാഗം മേധാവി ദീപ്തി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലളിതാ സഹസ്രനാമം കുട്ടികൾക്കായി ഇംഗ്ലീഷിൽ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈഭവ് A. പിള്ളയെ അനുമോദിച്ചു. വൈസ് പ്രിൻസിപ്പൽ റീന T. രഘുനാഥ നന്ദി പറഞ്ഞു. June 19th is celebrated as Reading Day, and what importance you have in reading. So for learning anything, reading is an important step. Reading only find ways to learn. So always we should be very good companions with our books. We should have a close connection with the books. Nowadays, it is a digital age. All are always on your mobile phones, seeing unnecessary reels, creating anxiousness and everything. That is not apt for your age. ന്യൂസ് ബ്യൂറോ, കായംകുളം.